കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ചേലച്ചോട് കട്ടിങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു വിശേഷപ്പെട്ട കാഴ്ചയുണ്ട്, കല്ലുമ്മേൽ കല്ല്. കൂട്ടുകാരെ, ഇതാണ് കല്ലുമ്മേൽ കല്ല്. ഈ കല്ലുമ്മേൽ കല്ല് നമ്മളെ മെയിൻ റോഡിൽ നിന്നും കാണുന്ന കാഴ്ചയാണിത്. ഇതാ, ഇപ്പോൾ ഞാനത് വളരെയേറെ സൂമിങ്ങിൽ പിടിച്ചിരിക്കുകയാണ്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് വലിയ ഭീകരതയൊന്നും തോന്നുന്നില്ല. പക്ഷേ നമുക്ക് ഈ കല്ലിൻ്റെ അടുത്തുനിന്ന് പോയി നോക്കിയാലോ? ഈ കല്ലിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമല്ല കേട്ടോ. നമുക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട്. എങ്കിലും വേണ്ടില്ല, നമുക്ക് ആ കല്ലിൻ്റെ അടുത്ത് വരെ ഒന്ന് പോയി നോക്കാം. ഓക്കെ. ഇതാണ് ഇടുക്കി അടിമാലി റോഡ്. ഇടുക്കി അടിമാലി റൂട്ടിൽ ചേലച്ചൂടിന് സമീപം കട്ടിങ് എന്ന പ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കട്ടിങ് അത്ര വലിയ സിറ്റിയൊന്നുമല്ല, ഒരു ചെറിയ കടയും ഒരു ബസ് സ്റ്റോപ്പും. ഇതാണ് കട്ടിങ് എന്ന പ്രദേശം. ഇവിടെ നിന്നും ഇടത് ഭാഗത്തേക്കുള്ള റോഡിൽ കൂടിയാണ് നമുക്ക് കല്ലുമ്മേൽ കല്ല് കാണുവാൻ പോകേണ്ടത്. ഇവിടെ നിന്നും 1/2 കിലോമീറ്ററോളം നമുക്ക് ടാറിങ് റൂട്ടിൽ കൂടി പോകേണ്ടതുണ്ട്. നമുക്ക് പോയി നോക്കാം. വഴിയായിരിക്കാം. ഇവിടെ നിന്നും ഇടത് ഭാഗത്തേക്കുള്ള വഴിയിൽ കൂടിയാണ്, ഈ ചെറിയ വഴിയിൽ കൂടി നമുക്ക് പോകുവാൻ. ഇത് സ്ഥിരമായി ആളുകൾ നടക്കുന്ന ഒരു വഴിയല്ല കേട്ടോ. ഇവിടെ റബ്ബർ വെട്ടുകാരും അത്യാവശ്യം പറമ്പിൽ പണിക്കാരും കൂടാതെ കല്ലുമ്മേൽ കല്ല് കാണുവാൻ വരുന്ന ടൂറിസ്റ്റുകളുമാണ് ഇതിൽ സാധാരണ പോകാറുള്ളത്. അല്പദൂരം ചെന്നപ്പോൾ നിരപ്പായ വഴി തീർന്നു. ഇനി ഒരു ചെറിയ ഇറക്കത്തിലേക്കാണ്. ആളൊഴിഞ്ഞ പ്രദേശമായതിനാൽ ഒരു വനത്തിൽ കൂടി നടക്കുന്ന പ്രതീതിയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ഇവിടെ നിന്നും ഞാൻ വലത് ഭാഗത്തേക്ക് തിരിഞ്ഞു. പലത് കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് അല്പം തെളിഞ്ഞ വഴിയാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. സ്റ്റെപ്പൊക്കെ കെട്ടി തെളിച്ചിട്ടുണ്ട്. ആളുകൾക്ക് വരാൻ വേണ്ടി തെളിച്ചിട്ടതാകാനാണ് സാധ്യത. എന്താണെങ്കിലും നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ട് പോയി നോക്കാം. ഇനി അങ്ങോട്ട് കുത്തിറക്കമാണ്. പോരാത്തതിന് വലിയ വനപ്രദേശം പോലുള്ള ഒരു സ്ഥലവും. ഇവിടെ സൂക്ഷിക്കണം, ഒരുപക്ഷെ കാട്ടുപന്നിയോ അല്ലെങ്കിൽ മുള്ളൻ പന്നിയോ എല്ലാം കാണുവാൻ സാധ്യതയുണ്ടെന്ന് ഒരാൾ എനിക്കൊരു മുന്നറിയിപ്പ് തന്നിരുന്നു. ഈ പ്രദേശത്ത് ആരോ ഒരു പുലിയെ കണ്ടതായും അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു. കാടിനകത്തോടെയാണ്. വഴിയെന്ന് പറയാനൊന്നുമില്ല.
ഒരു വടിയും കിട്ടേണ്ടതായിരുന്നു. വഴിയിൽ കണ്ട ഒരു മരത്തിൻ്റെ ചെറിയൊരു കമ്പ് ഞാൻ ഒടിച്ചെടുത്തു. വല്ല ഇഴജന്തുക്കളും വഴിയിൽ കിടന്നാലോ എന്ന് കരുതിയാണ് മരക്കൊമ്പ് ഒടിച്ചെടുത്തത്. അങ്ങനെ ഞാൻ കല്ലിൻ്റെ സമീപം എത്തിക്കഴിഞ്ഞു. പ്രിയ കൂട്ടുകാരെ, ഞാൻ വഴി ഇത്ര വ്യക്തമായി കാണിച്ചതിൻ്റെ ഉദ്ദേശം ഇനിയും എൻ്റെ പിന്നാലെ വരുന്നവർ വഴിതെറ്റി കൂടുതൽ ആപത്തിൽ ചെന്ന് ചാടാതിരിക്കുവാനാണ്. ഞാൻ കല്ലിൻ്റെ ഏകദേശം 50 അടിയോളം അരികിലെത്തിക്കഴിഞ്ഞു. ഇനി അങ്ങോട്ട് പാറ ഇറങ്ങിയാലേ കല്ലിനടുത്തേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ എത്തുവാൻ അല്പം കഷ്ടപ്പാട് സഹിച്ചുവെങ്കിലും ഇവിടെ വന്നപ്പോൾ എൻ്റെ ആ ബുദ്ധിമുട്ടെല്ലാം തീർന്നു. ഇതാ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്നും കാണുവാൻ സാധിക്കുക. ഉയർന്നു നിൽക്കുന്ന ഒരു മൊട്ടക്കുന്നും അതിനോടനുബന്ധിച്ച് മറ്റു കുന്നുകളും, ആകാശം മൊട്ടക്കുന്നിന് മുകളിലേക്ക് മുട്ടി നിൽക്കുന്നുവോ എന്ന് തോന്നിപ്പിക്കും വിധത്തിൽ വളരെ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ നിന്നും കാണുവാൻ സാധിക്കുക. അതുമാത്രമല്ല, ഈ കുന്നുകൾക്ക് അരഞ്ഞാണം ഇട്ടിരിക്കുന്നുവോ എന്ന് തോന്നിപ്പിക്കും വിധത്തിൽ ഒഴുകുന്ന പെരിയാറും എല്ലാം വളരെ പ്രകൃതി മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ കല്ല് എന്ന പ്രദേശത്ത് നിന്നാൽ നമുക്ക് കാണുവാൻ സാധിക്കുക. ഇവിടെ നിന്നും താഴേക്കുള്ള ഇറക്കം അല്പം സാഹസമാണ്. എന്താണെങ്കിലും അല്പം സാഹസപ്പെട്ടാണെങ്കിലും ഞാൻ താഴേക്ക് ഊർന്നിറങ്ങി. ഇവിടെ നിന്നും മുൻപോട്ടുള്ള യാത്ര വളരെയേറെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം മുന്നോട്ട് പോകുവാൻ. ഒരുപക്ഷെ ഈ ഏതെങ്കിലും ഒരു പുൽനാമ്പുകൾക്കിടയിലായിരിക്കാം അഗാധ ഗർത്തം ഒളിഞ്ഞിരിക്കുന്നത്. ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് നീങ്ങി. ഇവിടെ വലിയ കല്ലിനോട് ചേർന്ന് ഒരു ചെറിയ കല്ലിരിക്കുന്നതും ഈ 2 കല്ലുകൾക്കിടയിൽ കൂടെയുള്ള ഒരു വിടവും ഞാൻ കണ്ടു. അത് വളരെ ഒരു കൗതുകകരമായ കാഴ്ചയാണ്. ഞാൻ പുല്ലുകൾക്കിടയിൽ കൂടി അല്പം കൂടി മുന്നോട്ട് നടന്നു. അവിടെ കണ്ട മറ്റൊരു കാഴ്ചയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. ഇവിടെ പടുകൂറ്റൻ 3 പാറകൾക്കിടയിൽ ഒരു അഗാധ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ ആഴം എത്രയാണെന്ന് കൃത്യമായി തിട്ടപ്പെടുത്തുവാൻ സാധിക്കില്ല. കാരണം ഈ വലിയ കല്ലുകളുടെ എൻ്റെ ഭാഗത്തു നിന്നും താഴേക്ക് കിഴുക്കാം തൂക്കായ പാറയാണ്. ഒരുപക്ഷെ ഇത് പെരിയാറിൽ വരെ എത്തിയിട്ടുണ്ടോ എന്നും സംശയിക്കേണ്ടി. ഇതാണ് ഈ പാറയുടെ മറുഭാഗം. മുകളിൽ നിന്നും വീഴുന്ന വസ്തു എന്താണെങ്കിലും ഇതാ ഈ പാറയിൽ കൂടി താഴേക്ക് പോകുവാനാണ് സാധ്യത കൂടുതൽ. തൊട്ടടുത്തുള്ള മറ്റൊരു ചെറിയ കിടങ്ങിന് മുകളിൽ കൂടി ചാടിക്കടന്ന് ഞാൻ മറ്റൊരു പാറയിൽ എത്തിച്ചേർന്നു. ഏറ്റവും ഡേഞ്ചറസായ ഇടുക്കി ജില്ലയിലെ ഏറ്റവും അപകടം പിടിച്ച ഒരു പ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപകടം പിടിച്ച സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നതെങ്കിലും ഇവിടെ നിന്നുള്ള ദൂരക്കാഴ്ച അതിമനോഹരമാണ്. എത്ര കണ്ടാലും മതി വരാത്ത അതിമനോഹര കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്നും കാണുവാൻ സാധിക്കുന്നത്. കൂട്ടുകാരെ, ഇവിടെ ഈ കല്ലിന് കല്ല് എന്നൊരു പേര് വരുവാൻ കാരണം ഒരു വലിയ കല്ല്, ആ കല്ലിന് മുകളിൽ മറ്റൊരു കല്ല്, ഈ കല്ലിൽ ചാരി അതിന് തൊട്ടുപുറകിൽ വേറൊരു കല്ല്, ഈ കല്ലിൻ്റെ രണ്ടിൻ്റെയും വിടവിൽ കൂടി ഇതാ ഒരു മരം. ആ മരം ശരിക്കും ഒരു അത്ഭുത വൃക്ഷം തന്നെയാണ്. കാരണം
ഇത് മണ്ണിൽ തൊട്ടിട്ടേയില്ല. ഇവിടെ ഇതാ ഒരു വട്ടയപ്പം മുറിച്ച് വച്ചിരിക്കുന്നുവോ എന്ന് തോന്നിപ്പിക്കും വിധത്തിൽ ഒരു വലിയ കല്ല് പൊട്ടി അകന്നിരിക്കുന്നു. പൊട്ടി ആവാനാണ് സാധ്യത കൂടുതൽ. ഇതിൻ്റെ വിടവിൽ കൂടിയുള്ള താഴേക്കുള്ള നോട്ടം എത്രത്തോളം ആഴമുണ്ടെന്ന് നമുക്ക് ഒരു കാരണവശാലും പറയുവാൻ സാധിക്കില്ല. കാരണം ഈ കല്ലിൻ്റെ എൻ്റെ തീരുന്നിടത്ത് നിന്നും വീണ്ടും കടും തൂക്കായ പാറയാണ് അങ്ങ് പെരിയാർ വരെ നമുക്ക് കാണുവാൻ സാധിക്കുക. ഈ വലിയ പാറയുടെ മുകളിൽ കമഴ്ന്ന് കിടന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഞാനൊരു കെട്ടിട നിർമ്മാണ തൊഴിലാളി ആയതുകൊണ്ട് എത്ര വലിയ ഉയരത്തിൽ കയറുവാനും ഇറങ്ങുവാനും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇതേവരെ അനുഭവപ്പെട്ടിട്ടില്ല. എന്നാൽ ഈ പാറയുടെ മുകളിൽ നിന്നും താഴേക്ക് നോക്കിയപ്പോൾ തന്നെ എനിക്ക് നേരിയ ഒരു തലകറക്കം അനുഭവപ്പെട്ടു. എൻ്റെ മനസ്സിൽ തോന്നിയ ചെറിയൊരു ആശയം ഞാനിവിടെ പ്രതിപാദിക്കുന്നു. ഈ കല്ലുമ്മേക്കല്ല് എന്ന പ്രദേശം ടൂറിസം ഏറ്റെടുത്താൽ അങ്ങ് മെയിൻ റോഡിൽ നിന്നും ഈ പാറയിലേക്കൊരു സിപ്പ് ലൈൻ സംവിധാനവും ഏർപ്പെടുത്തിയാൽ ടൂറിസം വകുപ്പിന് നല്ലൊരു വരുമാനം ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാലക്രമേണ ഒരുപക്ഷെ ഇവിടം ടൂറിസം ഏറ്റെടുക്കുകയും ഞാൻ അഭിപ്രായപ്പെട്ടതുപോലെ സിപ്പ് ലൈൻ സംവിധാനമെല്ലാം വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ അല്പം ലോങ് ആയിപ്പോയി. കാരണം ഈ പ്രദേശത്തേക്ക് വരുവാനുള്ള വഴി വ്യക്തമായി കാണിച്ചത് കൊണ്ടാണ് ഇത്തരത്തിൽ ഈ വീഡിയോ അല്പം ലോങ് ആയി പോയിട്ടുള്ളത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ ഒരു കാരണവശാലും വഴി തെറ്റാതെ ഇവിടെ എത്തിച്ചേരാം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയാൽ ഇനിയും ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി, കൂടുതൽ നേർക്കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ തൽക്കാലം വിട പറയുന്നു. ഗുഡ് ബൈ.